നമസ്കാരം. എന്റെ പേര് റോബിൻ ചക്ക എന്നാണ് ഈ നാളികേരത്തിന്റെ പേര്. ശ്രീലങ്കനാണ്. ഇത് ലക്ഷദ്വീപിലെ ലക്കടി മൈക്രോ എന്ന പന്നിയും ശല്യം രൂക്ഷമായതിനാൽ മരിച്ചിനെ ശരിയായ രീതിയിൽ കിട്ടി. നമസ്കാരം, സജീവതരക്കാരനാണ്. ഞാനിപ്പോൾ ഉള്ളത് പാലോട് കാളച്ചന്ത മേള നഗരിയിലാണ്. 20 വർഷമായി മേള നഗരിയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വെച്ച് സ്റ്റാൾ നടത്തുന്ന റോബിൻസൺ എന്ന ഒരു കർഷകനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. എത്ര വർഷമായിട്ട് ഈ മേള? ഞാൻ ഇത് 21ാമത്തെ വർഷമാണ് തുടർച്ചയായി പാലോട് കാർഷിക മേളയിൽ കാർഷിക പ്രദർശനം നടത്തുന്നത്. എനിക്ക് കാർഷിക പ്രദർശനത്തിനുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ സ്ഥലങ്ങളൊന്നുമില്ല. ആകെ കൂടെ ഒരു 10-20 സെന്റ് സ്ഥലമുണ്ട്. അതിനകത്ത് മാതൃകാ കൃഷികൾ നടത്തി ഏറ്റവും വലിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കും. അത് മേളയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേകം സജ്ജീകരിച്ചെടുക്കുന്നതാണ്. അത് ഇപ്പോഴത്തെ മരിച്ചിനെയാണ് 20 വർഷം കൊണ്ടുള്ള മരിച്ചിനെ വെച്ച് നോക്കിയാൽ എനിക്ക് ഇപ്പോഴത്തെ മരിച്ചിന് വെറും മോശമായി. കാരണം കുരങ്ങും പന്നിയും ശല്യം രൂക്ഷമായതിനാൽ മരിച്ചിനെ ശരിയായ രീതിയിൽ കിട്ടിയില്ല. ഇതിനേക്കാൾ ഉഗ്രമായ മരിച്ചിനെയാണ് കഴിഞ്ഞ വർഷം വരെ കിട്ടിയിട്ടുള്ളത്. 90 കിലോ വരെ ഉള്ള 8 മരിച്ചിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചേന, ഒരു വീട്ടിൽ എനിക്കൊരു ചേനയാണ് ഇപ്പോൾ കാര്യമായിട്ട് കിട്ടുക. ബാക്കി പന്നിയും കുരങ്ങും സമ്മതിക്കില്ല. അതുപോലെ ചേന, കാച്ചിലും മരിച്ചിന് നരകിഴങ്ങിലെല്ലാം മാതൃകാപരമായിട്ട് മേളയ്ക്ക് വേണ്ടി കൃഷി എടുക്കുന്നതാണ്. പിന്നെ നാളികേര ഐറ്റം, അതിൽ 2 നാളികേരം എന്റെ സ്വന്തമായിട്ടുണ്ട്. ബാക്കി ഞാൻ വെളിയിൽ നിന്ന് ഉള്ള സ്ഥലത്ത് പോയി കൊണ്ടുവരും. അത് അപൂർവം ചില ഇനങ്ങളാണ്. സൈസിലും മെച്ചമാണ്. ആൾക്കാർക്ക് കണ്ട് ആസ്വദിക്കത്തക്ക രീതിയിലുള്ള നാളികേരങ്ങളാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. വർഷനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം ഒന്നുമില്ല. നാശം സംഭവിക്കുന്നത് ഈ മൃഗങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും മണ്ണിൽ അധ്വാനിക്കാൻ തോന്നുന്നു. ഇത് നമ്മൾ നോക്കി നിൽക്കുമ്പോഴായിരിക്കും കുരങ്ങും പന്നിയും വന്ന് നമ്മൾ പ്രത്യേകം സജ്ജീകരിച്ച് മേളയ്ക്ക് വേണ്ടി ഉത്പാദിപ്പിക്കുന്നത്. നമ്മൾ നോക്കി നിൽക്കുമ്പോഴായിരിക്കും അതുകൊണ്ട് കുത്തിമറിക്കുന്നത്. അതാണ് അവസ്ഥ. പേര് റോബിൻസൺ. സ്ഥലം ഈ പാലോട് നഞ്ഞൂർ എന്ന സ്ഥലത്ത് കള്ളിപ്പാറ ആണ് എന്റെ സ്ഥലം. ഞാൻ ഈ മേളയിൽ പാലോട് കാർഷിക പ്രദർശനം ആരംഭിച്ചത് 2006-ലാണ്. ഇതിന് മലാക്ക എന്നാണ് ഈ നാളികേരത്തിന്റെ പേര്. ശ്രീലങ്കനാണ്. ശ്രീലങ്കൻ. ഇത് ലക്ഷദ്വീപിലെ ലക്കടി മൈക്രോ എന്ന ഇനത്തിൽപ്പെട്ട നാളികേരമാണ്. ഇതാണ് കേന്ദ്ര സർക്കാർ എണ്ണക്കുരുവായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഏറ്റവും കൂടുതൽ കേരളത്തിലെ കുപ്പറേക്കാൾ ഏറ്റവും കൂടുതൽ എണ്ണ കിട്ടുന്ന ഐറ്റം ഇതാണ്. ഈ കാനിലില്ലാത്ത ഒരു ഐറ്റമാണ് ഇത്. കാനിലില്ല. മറ്റെല്ലാവരും നാളികേര കുലകളിൽ കാനിലാണ്. ഇത് കാനിലില്ല. നല്ല പിടുത്തമാണ്. ഒരു കുലയിൽ 35-40 കാണും. അതെ, ഇത് ഫിലിപ്പീൻസിലുള്ളത്. ഇതിന്റെ ഉത്ഭവം ഫിലിപ്പീൻസ് എങ്കിലും ഇതിന്റെ പേര് പറഞ്ഞിട്ടുള്ളത് സാൻഡ്രമൻ എന്നാണ്. സാൻഡ്രമൻ ഫിലിപ്പീൻസ് എന്നാണ് ഇതിന്റെ പേര്. അതെ, ഇത് 16 വർഷത്തിന് മുൻപ് കരിക്ക് കൊണ്ട് വെച്ചതിനെ ഞാൻ ഉണക്കി വെച്ചിരുന്നു. അതാണ് ഇപ്പോൾ എടുത്ത് കൊണ്ടുവന്നത്. അന്നത്തെ സൈസ് ഇപ്പൊ കിട്ടുന്നില്ല. കാച്ചില് മുറഞ്ചാരി എന്നറിയപ്പെടുന്ന വെള്ള കാച്ചിലാണ്. അതെ, അതുപോലെ ഗജേന്ദ്ര ഇനത്തിൽപ്പെട്ട ചേനയാണ് ഈ കാണുന്നത്. അതെ, എന്ന് അറിയപ്പെടുന്ന ഇനമാണ് മരച്ചിനി. നല്ല വേവുന്നതും കയ്പില്ലാത്ത മരച്ചിനിയുമാണ്. മണ്ണിനെയും കൃഷിയെയും കാർഷിക ഉൽപ്പന്നങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, ഏറെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട കർഷകന് 1000 ആശംസകൾ. സജു വിതരക്കാരൻ.